ഇങ്ങനൊരു പ്രയോഗമുണ്ട്. പാന്തർ പരിവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വരും വിയോഗം പോലെ നദിയാ ഒഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും. നിങ്ങൾ ഉദ്ദേശിച്ചതല്ല. അപ്പോൾ പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വരും വിയോഗം പോലെ നദിയാ ഒഴുകുന്ന കാഷ്ടങ്ങൾ. അവിടെ കാഷ്ടമെന്ന് ഞാൻ ഓർപ്പിച്ചു. നിങ്ങൾ ഉദ്ദേശിച്ചതല്ല, തടിക്കഷണമാണ്. വലിയ വെള്ളപ്പൊക്കം വരുമ്പം കിഴക്കൻ നാട്ടിൽ നിന്ന് തടി ഒഴുകി വരും. അപ്പോൾ നദിയാ ഒഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം. ഇതെല്ലാം ഒഴുകി ഒരു സ്ഥലത്ത് ചെന്ന് കയറുന്നു. പാന്തർ പെരുവഴി അമ്പലം തന്നിലെ. നമ്മളെല്ലാം യാത്രക്കാരാ. ഇന്നത്തെ വാഹന സൗകര്യം ഇല്ലാതിരുന്ന കാലത്ത് പ്രായമുള്ളവരുണ്ട്, അവർക്കറിയാം. പണ്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ വഴിയമ്പലമുണ്ട്. പല സ്ഥലത്ത് നിന്ന് ആൾക്കാർ യാത്ര ചെയ്ത് അന്തി ഉറങ്ങുന്നത് ഈ വഴിയമ്പലത്തിലാണ്. രാവിലെ അവനവൻ്റെ സ്ഥലത്തോട്ട് അവനവൻ പോകും. ഇതുപോലെ മനുഷ്യജീവിതം. നമ്മളെല്ലാം യാത്രക്കാരാ, വഴി യാത്രക്കാരാ. സാക്ഷാൽ വഴി യേശു ക്രിസ്തുവാണ്. കാലാകാലങ്ങളിൽ ആ സത്യവഴിയിലെത്തുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി. വഴി തെറ്റിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി സാക്ഷാൽ വഴിയാകുന്ന യേശുവിലേക്ക് വരിക. അതിന് ദൈവം കൃപ നൽകട്ടെ. ഞാൻ ആ ഭാഗമൊന്നും പറയുന്നില്ല. വായിച്ച തിരുവെടുത്ത് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യമാണല്ലോ. ഒന്നുകൂടെ വായിച്ചു. ഇവർ എല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചു. ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും ആരാ വായിക്കുന്നത്? എവിടെ ഇരുന്നാ? അവിടെ വായിച്ചു. ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞും കൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ഇവരെല്ലാവരും ദൂരത്ത് നിന്ന് അത് കണ്ടു. എബ്രായ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം ഏറെ നല്ലത്. പ്രതിപാദ്യ പുരുഷൻ എല്ലാവരിലേക്കാളും ശ്രേഷ്ഠനാകുന്ന യേശു ക്രിസ്തു. അവിടുന്ന് ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ യേശു ക്രിസ്തു. അപ്പോസ്തലന്മാരെക്കാൾ ശ്രേഷ്ഠൻ. അവിടുന്ന് മോശയേക്കാൾ ശ്രേഷ്ഠൻ. അവിടുന്ന് യോശുവായേക്കാൾ ശ്രേഷ്ഠൻ. അവിടുന്ന് ഹാബേലിനേക്കാൾ ശ്രേഷ്ഠൻ. അവിടുന്ന് അഹരോനേക്കാൾ ശ്രേഷ്ഠൻ. അവിടുന്ന് മഹാപുരോഹിതനേക്കാൾ ശ്രേഷ്ഠൻ. അവിടുന്ന് ദൈവാലയത്തേക്കാൾ ശ്രേഷ്ഠൻ. അവിടുന്ന് മൽക്കിസദേക്കിനേക്കാൾ ശ്രേഷ്ഠൻ. അവിടുന്ന് സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠൻ. യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത. കർത്താവിനോടൊപ്പം ചിലരെയൊക്കെ ഇങ്ങനെ ഇരുത്തി യേശുവിനെ ഇരുത്തിയിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. അങ്ങനെയൊന്നും ഇരുത്തിയാൽ ഒക്കുന്നയാളല്ല. അനുഗമിക്കുന്നെങ്കിൽ യേശുവിനെ അനുഗമിക്കണം. ആരാധിക്കുന്നെങ്കിൽ യേശുവിനെ ആരാധിക്കണം. സേവിക്കുന്നെങ്കിൽ യേശുവിനെ സേവിക്കണം. അതിന് കാരണം ആർക്കും ഏത് സമയത്തും വരാം. മറ്റെല്ലായിടത്തും എല്ലാവർക്കും ഏത് സമയത്തും കയറി ചെല്ലാൻ ഒക്കെയല്ല. അതിനെ ചൊവ്വാഴ്ച പുള്ളി ഒന്ന് കാണണം. ഇല്ലല്ല, വെള്ളിയാഴ്ച കാണിക്കുകയുള്ളൂ. എനിക്ക് അത്യാവശ്യമായി ബുധനാഴ്ച വന്ന തിങ്കളാഴ്ച വന്നാലേ കാണുകയുള്ളൂ. വേറെ ആര് ചെന്നാലും കാണുകയില്ല, കാണിക്കുകയില്ല. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കക്ഷികളുണ്ട്. ഇന്ന ദിവസം ചെല്ലണം, ഇന്ന സമയത്ത് ചെല്ലണം, ഇന്ന മാസത്ത് ചെല്ലണം, ഇന്നതുമായിട്ടൊക്കെ ചെല്ലണം. എന്നാൽ യേശുവിൻ്റെ അടുക്കൽ ഏത് സമയത്തും ചെല്ലാം. ദൈവത്തിന് മഹത്വം. അതാർക്കും യേശുവിൻ്റെ അടുക്കൽ ചെല്ലാം. ഈ പെങ്കൊച്ചിന് ചെല്ലാം. മതിയടി വെള്ളം കുടിച്ച്. ഈ മോക്ക് യേശുവിൻ്റെ അടുക്കൽ ചെല്ലാം. ഈ സഹോദരിക്കും ചെല്ലാം. എത്ര വയസ്സുണ്ട്? ഉള്ളതാട്ടെ. യേശുവിൻ്റെ അടുക്കൽ ചെല്ലാം. പേരെന്നാ? വിജിക്ക് എത്രയും പ്രായമായി, അതുകൊണ്ട് ഇപ്പം എൻ്റെ അടുക്ക വരണ്ടെന്ന് യേശു പറയുകയല്ല. വിജയെ കയറ്റത്തുമില്ല. വിജി കയറിയാൽ വേറെ ആൾ കയറി തടയുമെന്നൊന്നും ആരും പറയത്തുമില്ല. വിജിക്ക് യേശുവിനൊക്കെ ചെല്ലാം. അമ്മയ്ക്കും ചെല്ലാം. ഏത് സമയത്തും ചെല്ലാം. രാവിലെ ചെല്ലാം, രാത്രിയിലും ചെല്ലാം, തിങ്കളാഴ്ചയും ചെല്ലാം, വെള്ളിയാഴ്ചയും ചെല്ലാം, ഉച്ചയ്ക്കും ചെല്ലാം, അർദ്ധരാത്രിക്കും ചെല്ലാം, വെളുപ്പാങ്കാലത്തും ചെല്ലാം. കറുത്തവനും ചെല്ലാം, വെളുത്തവനും ചെല്ലാം, കാശുള്ളവനും കാശില്ലാത്തവനും, പണ്ഡിതനും പാമ്പനും കുചേലനും കുബേരനും, ജീവിതത്തിൻ്റെ ഏത് തുറകളിൽപ്പെട്ടവർക്കും യേശുവിൻ്റെ അടുക്കൽ ഏത് സമയത്തും ചെല്ലാം. ഇതുപോലെ ശ്രേഷ്ഠനാകുന്ന, ഉന്നതനാകുന്ന, മഹിമയുള്ള, മഹത്വമുള്ള ഒരുവനില്ല. ദൈവ നന്ദനുലകിൽ വന്നിതു കന്യാജാതനായി. ഉന്നത ദൈവ നന്ദനുലകിൽ വന്നിതു കന്യാജാതനായി.
ഇന്നോളം ഒരാൾ വന്നില്ലിതുപോൽ തന്നവതാരം നിസ്തുലം. ഇന്നോളം ഒരാൾ വന്നില്ലിതുപോൽ തന്നവതാരം നിസ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തന്റെ മഹിമ നിസ്തുലം. ടി കെ ശാമുവേലിനാൽ എഴുതപ്പെട്ട നല്ല പാട്ട്, അർത്ഥസമ്പുഷ്ടമായ പാട്ട്, നല്ല വരികളാ. ഇപ്പോഴത്തെ എല്ലാ പാട്ടും മോശമാണെന്ന് പറയുന്നില്ല, മിക്കതും പാട്ടാ. ഉമ്മ കിടന്ന് കാറുകയും കൂവുകയും ആണ്ട വരുന്നു. ഇങ്ങനെയുള്ള പാട്ടുകൾ പാടുമ്പോൾ തന്നെ ഒരു ചൈതന്യമാണ്. നിങ്ങൾക്കത് അറിയാത്ത കൊണ്ടാണ് ഈ പരുവത്തിനിരിക്കുന്നത്. അത് പാടുമ്പോൾ തന്നെ അകത്ത് കത്തലുണ്ടാകും. ഇതുപോലെ ശ്രേഷ്ഠനാകുന്ന, ഉന്നതനാകുന്ന, മഹിമയുള്ള, മഹത്വമുള്ള വേറൊരുവനില്ല. എല്ലാവരിലും ശ്രേഷ്ഠനാകുന്ന നസ്രായനാകുന്ന യേശു ക്രിസ്തു. ആട്ടെ, ഓടിച്ചു പോകാം. എബ്രായ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം ഏറെ നല്ലത്. പ്രതിപാദ്യ പുരുഷൻ, എല്ലാവരിലും ശ്രേഷ്ഠനാകുന്ന നസ്രായനാകുന്ന യേശു ക്രിസ്തു. ഓരോ അധ്യായത്തിലും യേശു ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത വെളിപ്പെടുത്തി. ഞാൻ പെട്ടെന്ന് അങ്ങിരിക്കും. ഇന്ന് വാച്ചിങ് തന്നെ അയ്യ, ഇത് കറക്റ്റാണോ? എനിക്ക് തോന്നി. വേറൊരു വാച്ച് ഇതോ? അപ്പൊ ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രേഷ്ഠനാകുന്ന നസ്രയനാകുന്ന യേശു ക്രിസ്തു. ഓരോ അധ്യായത്തിലും ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത, മഹത്വം അങ്ങോട്ട് വെളിപ്പെടുത്തി. അതെ, 11-ാം അധ്യായം വിശ്വാസവീരന്മാരുടെ പട്ടികയാണ്. നമുക്ക് മുൻപേ മൺമറഞ്ഞ, ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ച, ഈ വിശ്വാസത്തിന് വേണ്ടി പോരാടിയ വിശുദ്ധന്മാരുടെ പട്ടിക എബ്രായർ 11 അങ്ങോട്ട് നിരത്തി. ഹാബേൽ മുതലുള്ള വിശ്വാസവീരന്മാർ, വിശ്വാസത്താൽ യാഗം കഴിച്ച ഹാബേൽ, അതുപോലെ തന്നെ വിശ്വാസത്താൽ ദൈവത്തിൻ്റെ കൂടെ നടന്ന ഹാനോക്ക്, വിശ്വാസത്താൽ നീതി പ്രസംഗിയാകുന്ന നോഹ, വിശ്വാസത്താൽ മെസപ്പൊട്ടോമിയ വിട്ടിറങ്ങിയ അബ്രഹാം, വിശ്വാസത്താൽ യാത്ര ചെയ്ത യാക്കോബ്. പിന്നെ അബ്രഹാമിൻ്റെ ഭാര്യയെ പറ്റിയും ഭാഗത്ത് രേഖപ്പെടുത്തുന്നുണ്ട്, സാറ. കാരണം പുള്ളിക്കാരി ഒന്ന് ശക്തിപ്പെടണമായിരുന്നു. അതിനാ പുള്ളിക്കാരി ഇങ്ങനെ ബൈക്കിൻ്റെ പുറകെ ഇരിക്കുന്നതല്ലാതെ യക്കതിയൊന്നും കയറി ഒരുതിപ്പിരുന്നേച്ച് പോകുന്നതല്ലാതെ ഇതിന് യക്കതിയും വെളിവൊന്നും ചിലതിനില്ല. വാക്യം വായിച്ചു തരാൻ അറിയാൻ മേല, ഒന്ന് ഉറക്ക പാടുകയല്ല. പാസ്റ്ററുടെ ഭാര്യ, എല്ലാവരുടെയും കാര്യമല്ല. അമ്മാമ്മോ പിന്നെ അതൊക്കെ കേൾക്കുന്ന വലിയ ഇഷ്ടമാണ്. അമ്മാമ്മ കളിച്ച് നടക്കുക, എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ. ദാസന്മാർ വാക്യം പറയുമ്പം ചടയെന്ന് വായിക്കണ്ടേ? കർത്താവിൻ്റെ ദാസന്മാരുടെ സഹധർമ്മണിമാർ പാടുമ്പോൾ കയറി പാടണ്ടേ? ഉമ്മ വായിക്കൻ്റെ പുറകിൽ ഇങ്ങനെ അത് പോട്ടെ, ഞാൻ നാളെ ആട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, അപ്പൊ സാറായെ ഒന്ന് ശക്തിപ്പെടുത്തണം. സാറയ്ക്ക് ആ ശക്തി വന്നിട്ടില്ല. അതുകൊണ്ടാണല്ലോ സാറ ദൈവശക്തിയിൽ നിറയാഞ്ഞത് കൊണ്ട് അബ്രഹാമിനോട് പറഞ്ഞത്, കൊച്ചിനെ കിട്ടണമെങ്കിൽ എൻ്റെ ദാസി ഹാഗറിൻ്റെ അടുക്ക ചെല്ലാൻ. പക്ഷേ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം പഠിക്കുമ്പോൾ അബ്രഹാമിന്റെ വീട്ടിൽ ദൈവദൂതന്മാർ വന്നു. 16-ാം അധ്യായത്തിൽ അബ്രഹാമിനെ പറഞ്ഞ് ഹാഗറിന്റെ കൂടാരത്ത് വിട്ടു. ശക്തിയില്ല, ദൈവത്തിൽ ശരിക്കും അങ്ങോട്ട് ബലപ്പെടുന്നില്ല. തമ്പുരാന് മനസ്സിലായി ഈ സഹോദരിയും ആവശ്യമാണ്. 18-ാം അധ്യായം ദൂതൻ വീട്ടിൽ വന്നു, ഭക്ഷണമൊക്കെ ക്രമപ്പെടുത്തി കൊടുത്തു. ചുരുക്കി പറഞ്ഞാൽ ഭക്ഷണമെല്ലാം കൈക്കൊണ്ട് ദൂതൻ ചോദിച്ചു, അവറാച്ച താറാമ എന്തിയെന്ന് ചോദിച്ചു. കൂടാരത്തിനകത്തുണ്ടെന്ന് നമ്മൾ ചോദിക്കുക, അവറാച്ച അമ്മാമ എന്തിയാ? പഞ്ചായത്തിൽ കാണും കോഴിയെ മേടിക്കാനായിട്ട്. പിന്നെ യോഗത്തിനിരിക്കുമ്പോൾ ആ ബുദ്ധിമുട്ട്, അവിടെ പോയിരിക്കുന്നതിന് ഒരു കുഴപ്പവും ഇല്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സാറ എന്തിയ കൂടാരത്തിനകത്തുണ്ട്. ഒരു കാര്യം ചെയ്യേ, അടുത്തയാണ്ട് ഒരു കൊച്ചിനെ കിട്ടും. സാറ ചിരിച്ചു. നീ ചിരിച്ചത് എന്തിനാ? ചിരിച്ചില്ല. എന്തിനാ വിസ്തരിക്കുന്നില്ല. ആ 18-ാം അധ്യായത്തിലെ വരവിൽ സാറ ശക്തിപ്പെട്ടു. വായിച്ചേ, എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 9-10 വായിച്ചേ.
അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തങ്ങൾക്ക് കൂട്ടവകാശികളാകുന്ന ഇസഹാക്കിനുണ്ട് യാക്കോബിനുണ്ട് കൂടെ കൂടാരങ്ങൾ പാർത്ത് ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിനായി കാത്തിരുന്നു. അടുത്തത് വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോൽപാദനത്തിന് ശക്തി എന്ന് പറഞ്ഞാൽ സാറാ ശക്തിപ്പെട്ടെന്ന്. ആമേൻ. 16-ാം അധ്യായത്തിലും 17-ലും ഒന്നും ശക്തി വന്നില്ല. 18-ാം അധ്യായത്തിൽ ദൈവദൂതന്മാർ വീട്ടിൽ വന്ന കാര്യങ്ങളെല്ലാം ഇടയ്ക്കിടയ്ക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അന്ന് രാത്രി സാറാ ശക്തിപ്പെട്ടു, അല്ലെങ്കിൽ ആ പകല് ശക്തിപ്പെട്ടു. ഇന്ന് രാത്രി നീ ബലഹീനയായിട്ടാ വന്ന, പക്ഷെ അങ്ങനെ തിരിച്ചു പോകരുത്, ശക്തിപ്പെട്ട് തിരിച്ചു പോകണം. നീ രോഗിയായിട്ടാ ഇന്ന് രാത്രി വന്നത്, അങ്ങനെ തിരിച്ചു പോകരുത്. ഇന്ന് രാത്രി സൗഖ്യത്തോടെ തിരിച്ചു പോകണം. മനോവേദനയോടാ ഇന്ന് രാത്രി നീ വന്നത്, അങ്ങനെ തിരിച്ചു പോകരുത്. ഇന്ന് രാത്രി മനോലുക്കം മാറി നിന്റെ രട്ടടിച്ച് സന്തോഷത്തെ ഉടിപ്പിച്ച് വിലാപത്തെ നൃത്തമാക്കുന്ന ദൈവത്തിന്റെ അളവറ്റ ശക്തി ഇന്ന് രാത്രി ശക്തിപ്പെടണം. ആട്ടെ, ഞാൻ അധികം വിവരിക്കുന്നില്ല, അത് തന്നെ നല്ലെന്ന് തോന്നുന്നു. ദൈവത്തിന് മഹത്വം. അപ്പോൾ സാറാ ശക്തിപ്പെട്ടു. അപ്പോൾ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 1 മുതൽ അങ്ങോട്ട് ഹാബേല്, ഹാനോക്ക്, നോഹ, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, മാത്രമല്ല താഴോട്ട് ഒത്തിരി പേരുണ്ട് വിശ്വാസവീരന്മാർ. അപ്പോൾ ഈ 12-ാം അധ്യായം വരെ ചിലരെ എടുത്തു പരാമർശിച്ചിട്ട് 13-ാം അധ്യായം 13-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. 11-12 വരെ വിശ്വാസ വീരന്മാരുടെ ചില കാര്യങ്ങൾ പറഞ്ഞ 13 വായിര്. ഇവരെല്ലാവരും വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ടു. ഇന്ന് രാത്രി അതിലൊരു പദമെടുത്ത് 1-2 കാര്യം പറയാം. ഇവരെല്ലാവരും ദൂരത്ത് നിന്ന് അത് കണ്ടു. എന്തോ കണ്ടു? ദൂരത്ത് നിന്ന് അത് കണ്ടെന്ന്. കണ്ടത് മറ്റൊന്നുമല്ല, പിണ്ടിച്ചങ്ങാടമൊന്നുമല്ല. സ്തോത്രം. ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരമാ കണ്ടേ. നീ ഇവിടെ അന്തും ബിന്ദു ഒന്നും കണ്ടില്ലെങ്കിലും കാണേണ്ടത് ശരിക്കും കണ്ടോണം. ഇന്ന് രാത്രി ദൂരത്ത് നിന്ന് കാണേണ്ട വിഷയങ്ങളുണ്ട്. 1-2 കാര്യം പറഞ്ഞങ്ങ് നിർത്താം. ദൂരത്ത് നിന്ന് കണ്ടു. ഒരു വാക്യം വായിച്ചേ, നമുക്കെല്ലാം അറിവുള്ള വാക്യമാണ്. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 15-ാം അധ്യായത്തിന്റെ 21 വായിച്ചു. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ പോയി ദൂരത്ത് നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ടു. ദൂരത്ത് നിന്ന് മകനെ കാണുന്ന ഒരപ്പൻ, അപ്പനെ കാണാനായി ഇവൻ അങ്ങോട്ട് ചെന്നത്. ചേട്ടനും അനിയനും. അവന് പല പേരുകൾ നാട്ടുകാരും വേറെ പുസ്തകം പ്രസംഗിക്കുന്നവരെ കേട്ടിട്ടുണ്ട്. ഞാനിപ്പോ ഒന്നും വിടുന്നില്ല. സ്തോത്രം. അവന്റെ സഹോദരന്റെ പേരും ഒരിക്കലും ഒരാൾ പ്രസംഗിച്ച് ഞാൻ കേട്ടു. അതിന് ഞാനിപ്പോൾ കണ്ണിക്കുന്നില്ല. അങ്ങനെ ഇരിക്കട്ടെ. എന്തായാലും കൊള്ളാൻ 2 സഹോദരന്മാർ, ഒരപ്പന് 2 മക്കൾ. ഇത് ഉപമയൊന്നുമല്ല, കഥയല്ല, ഉള്ള കാര്യമാണ്. യേശു പഠിപ്പിച്ചത്. ആ കണ്ണിക തുടങ്ങുന്നത് വായിച്ചേ. പിന്നെയും അവൻ പറഞ്ഞത്, ഒരു മനുഷ്യന് 2 പുത്രന്മാർ ഉണ്ടെന്നിരിക്കട്ടെ എന്നല്ല, ഉള്ള കാര്യമാണ്. 2 പുത്രന്മാരുണ്ടായിരുന്നു. ഇളയവനും മൂത്തവനും. വീട്ടിലാണെങ്കിലും ഇളയ പിള്ളേർക്ക് അല്പം സ്വാതന്ത്ര്യവും അധികാരവും. ചില വീടുകളിൽ മൂത്തവരങ്ങ് ഒതുങ്ങും, ഇല്ലയോ? ഒരെണ്ണം ഒതുങ്ങുന്നതല്ലതാ. ഞാൻ ന്യായമായ 1-2 കാര്യം പറഞ്ഞതേ ഉള്ളൂ. എന്തിനേറെ ഞാൻ വിവരിക്കുന്നില്ല, ഓടിച്ചങ്ങ് നിർത്താം ആ ഭാഗം. ഇളയവൻ വന്നേ അപ്പനോട് പറഞ്ഞ, അപ്പാ എനിക്ക് വസ്തുവിൽ വരേണ്ട പങ്ക് അവന്. എല്ലാവരും ഇവനെ ആക്ഷേപിക്കുമെങ്കിലും ഇവനൊരു മര്യാദക്കാരനാണ്. കാരണം അവൻ അവൻ്റെതേ ചോദിച്ചോളൂ, ഇല്ലേ? അങ്ങനെയല്ലേ എഴുതിയേക്കാൻ. സഹോദരി വായിക്കേ. അവരിൽ ഇളയവൻ അപ്പനോട്, അപ്പാ വസ്തുവിൽ എനിക്ക് വരേണ്ട പങ്ക് തരണമേ. നീ ചേട്ടന്റെ അനിയന്റെ അടിച്ചു മാറ്റരുത്. ചേട്ടന്റെ വസ്തു അടിച്ചു മാറ്റിയവൻ ഇതിനകത്ത് കാണും. അവനും വന്ന് ഗ്ലോറി വിക്ടറി എന്നും പറഞ്ഞാ കൈ വീശുന്ന അടിച്ചു തന്നെ.
എടാ ചേട്ടൻ്റെതോ അനിയൻ്റെതോ ഒന്നും അടിച്ചു മാറ്റരുത്, നിനക്കുള്ളത് അപ്പനെ കളിപ്പിച്ച് തള്ളവരൽ അമക്കി കള്ളയാധാരം ഉണ്ടാക്കി കാണും. ഇതിനകത്ത് എവിടെയാലും ഈ നോട്ടം വരുമ്പം കാണുമ്പോൾ എനിക്ക് ഡൗട്ടുണ്ട്. അവനും ബന്ധിക്കോസാ ഭാഷൻ അത്യാവശ്യം കണ്ണുമൊത്തിയിരിക്കുന്നത് ഏതാണ്ട് കേസുണ്ട് ഇവിടെ. പിന്നെ പുള്ളിക്ക് ഏതാണ്ട് അറിയാം, പുള്ളി ഏതോ കേസുണ്ട് ഇവിടെ. പിന്നെ അല്ലേ എനിക്കിതൊക്കെ അറിയാം. ഇവന് വരേണ്ടതേ ചോദിച്ചോളൂ, നിന്റേതേ നീ ചോദിക്കാവൂ. വേറൊരുത്തൻ്റെ നിന്റെ കൈവശം കാണരുത്. നിന്റെ കൈ വെടിപ്പായിരിക്കണം. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും. സ്തോത്രം. വ്യാജത്തിന് മനസ്സ് വെക്കരുത്. നിന്റെ കൈ മലർത്തുമ്പോൾ കൈക്കകത്ത് അകൃത്യമൊന്നും കാണരുത്. അകൃത്യം കരുതിയാൽ കർത്താവ് കേൾക്കത്തില്ല. കൈ വെടിപ്പായിരിക്കണം. സ്തോത്രം. അവിടെ ഞാൻ വിവരിക്കുന്നില്ല. അപ്പം എനിക്കുള്ള പങ്ക് എൻ്റേത് മതി, നമുക്ക് അവൻ്റെതും കൂടെ. ചില ഭാഷയുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർ നമുക്കൊരു ഇച്ചിരി പ്രശ്നമാണ്. അത് എത്രയും പെട്ടെന്ന് നമുക്കത് കിട്ടാനും പ്രാസോടൊന്ന് അവരെ ദൈവം പറിച്ചു മാറ്റണം. അതുങ്ങൾക്ക് സ്വസ്ഥതയില്ലാതെ അതുങ്ങൾ വിറ്റേച്ച് പോകണം, നമുക്കത് കിട്ടുകയും ചെയ്യണം. എന്തോ ഒരു മനസാക്ഷിയാന്ന് ഓർത്തോണം. യവൻ പറഞ്ഞ് എനിക്കുള്ളത് എൻ്റെ വീതം മതി, എൻ്റെ വീതം. അപ്പോൾ ഇവനൊരു എൻ്റെ ഭാഷ പറഞ്ഞ മനസാക്ഷി ഉള്ളവനാ. നമ്മളീ പ്രാർത്ഥിക്കുന്നെങ്കിലും പലർക്കും മനസാക്ഷിയൊന്നും അടിച്ചു മാറ്റിയ ചൈപ്പമ്മിയിരിക്കുന്നേ. സ്തോത്രം. നിങ്ങളിപ്പോൾ ചിന്തിക്കായിരുന്നു വയ്യാതെ അവിടെങ്ങാനും കിടന്നാൽ മതിയായിരുന്നെന്നായിരിക്കും. എനിക്കുള്ളത് എന്നാലും കൊള്ള. അപ്പനും ഒരു മര്യാദക്കാരൻ അപ്പനാ. അടുത്ത വാക്യം വായിച്ചേ. അവൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു. അപ്പനും മര്യാദക്കാരനാ. അവർക്കുള്ളത് മക്കളോട് വേർകൃത്യം കാണിക്കരുത്. കാശുള്ളവൻ കാണും, കാശില്ലാത്തവൻ കാണും, കഴിവുള്ളവൻ കാണും, കഴിവില്ലാത്തവൻ കാണും, കരുത്തുള്ളവൻ കാണും, കരുത്തില്ലാത്തവൻ കാണും, കളറുള്ളവൻ കാണും, കളറില്ലാത്തവൻ കാണും. വേർകൃത്യം കാണിക്കരുത്. നിനക്ക് ദൈവം തന്ന തലമുറയാ. മക്കൾ അകവാതരുന്ന ഈ അവകാശം, ഉദരബലം, ദൈവം തരുന്ന പ്രതിഫലം, വീരന്റെ കയ്യിലെ അസ്ത്രം. അങ്ങനെ ആ യൗവനത്തിലെ മക്കൾ, അവയെ കൊണ്ട് തന്നെ ആപനാടിക നിറച്ചിരിക്കുന്ന പുരുഷൻ മക്കളോട് വേർകൃത്യം കാണിക്കരുത്. മൂത്തവന് ചില കളറുണ്ട്, അതുകൊണ്ട് അവൻ്റെ കൂടെ മാത്രം നിന്നെ ഫോട്ടോ എടുക്കുവോള്. അവസാനം അവൻ നിന്നെ എടുത്ത് കനാലി കളയും. സ്തോത്രം. പിള്ളേരോട് വേർകൃത്യം പാടില്ല, കൃത്യമായിരിക്കണം. പകത്ത് കൊടുക്കുമ്പോഴേ യോബ് അങ്ങനെ കൊടുത്തത്. യോബ് എല്ലാം കൃത്യമാ അല്ലേ? വായിച്ചേ, യോബിന്റെ പുസ്തകം 42 പെട്ടെന്ന് വായിച്ചു. കൃത്യം കൊടുത്തെന്നല്ലേ? അവരുടെ അപ്പൻ അവരുടെ സഹോദരന്മാരോട് കൂടെ അവർക്ക് അവകാശം കൊടുത്തു. 15-ാം വാക്യം നന്നായിട്ട് വായിച്ചു. ഇയ്യോബിന്റെ പുത്രിമാരെ പോലെ സൗന്ദര്യമുള്ള സ്ത്രീകൾ ദേശത്തെങ്ങും ഉണ്ടായിരുന്നില്ല. അവരുടെ അപ്പൻ അവരുടെ സഹോദരന്മാരോട് കൂടെ അവർക്ക് അവകാശം കൊടുത്തു. കൃത്യമാ. ഇയ്യോബ് ഭക്തനാ, നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ടകന്നവൻ. നമ്മളും ഭക്തന്മാരാ, പക്ഷെ കൊടുക്കുന്ന വിഷയം വരുമ്പം മിണ്ടുന്നില്ല. എല്ലാവരും പരമഭക്തന്മാരാ. കൊടുക്കുന്ന വിഷയം വരുമ്പം ആട്ടെ കൃത്യം കൊടുത്തു. ഈ അപ്പന് നല്ലൊരു അപ്പനാ, ഉള്ള പകത്ത് കൊടുത്തു. ഇളയവൻ ഇതെല്ലാം കൂടെ സ്വരൂപിച്ച് ഊരോട്ടങ്ങ് പോയെന്നാ. എവിടെയാ പോയെന്നൊന്നും പുസ്തകത്തിൽ എടുത്തിട്ടില്ല. ഇന്ത്യയിലായിരുന്നെങ്കിൽ അവൻ ആദ്യം നമ്മുടെ മദ്രാസ് ബീച്ചിൽ പോയി കാണും. പെട്ടെന്ന് അങ്ങോട്ടല്ലേ പോകണ്ടേ? ബീച്ചിൻ്റെ പേരെന്നെ മെറീന ബീച്ച്. അവനവിടെ കറങ്ങി അടിച്ചൊരു മൊബൈലും ഒക്കെ ആയിട്ട്. അന്നേരം മിസ് കോള് പലത് വന്നു. നോക്കിയപ്പോൾ ലില്ലിയും സൂസിയും. ഇവൻ അങ്ങോട്ട് മിസ് കോള് വിട്ടു. അപ്പോൾ അവളും വളരെ പമ്മി അടുത്ത് വന്നു. കുറച്ച് കാശ് അവൾ അടിച്ചു മാറ്റി അവൾക്കും ഒരു മൊബൈൽ കൊടുത്തു. നീ ഇങ്ങോട്ട് മെസ്സേജ് വിടണമെന്ന്. ഇവിടുത്തെ വീതമാണ്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ജോലിക്ക് പോയവൻ ജോലി ചെയ്തേച്ച് വീട്ടിൽ കൊണ്ട് അപ്പൻ്റെയും അമ്മയുടെയും കൊണ്ട് കാശ് കൊടുക്കണ്ടേ? അവൻ വേറെ മൊബൈൽ മേടിച്ച് അവൾക്ക് ഒന്ന് ചെല്ലരി പറയാൻ കഴിയുമ്പോൾ അവളും പുതപ്പിനടിക്കണം. എന്താ ഉണ്ട് ആടെ? ഞാൻ വിവരിക്കുന്നില്ല, എന്തിനാ വെറുതെ അലോഗ്യം ഉണ്ടാക്കുന്നത്. നാളെ ആൾക്കാർ ചിലപ്പം മരണ്ടതാണ്. എവന് ദൂരോട്ട് അങ്ങ് പോയി.
എന്തിനേറെ എല്ലാം നാനാവിധമാക്കി. വിസ്തരിക്കുന്നില്ല. പിതാവിന്റെ ഭവനം വിട്ട് പിതാവിനോടുള്ള ബന്ധം വിച്ഛേദിച്ച് തന്നിഷ്ടക്കാരനായി പിതൃഭവനം വിട്ട് ദൂരോട്ട് പോയ ഒരു മഹാഭാവിയുടെ ചരിത്രമാ ഈ വ്യക്തികൾ കൂടി വരച്ചു കാട്ടുന്നത്. എന്തിനേറെ വിസ്തരിക്കുന്നില്ല. അവസാനം എല്ലാം നാനാവിധമാക്കി. നേരത്തെ വിളിച്ചവരും ഹോട്ടലിൽ വന്നവരും സ്തോത്രം ടൂറ് പോയവരാരും ഇപ്പം ഇല്ല. ഇവൻ്റെ കാശും തീർന്നു. പിന്നെ ഇച്ചിരി പൈസ മൊബൈലുണ്ടായിരുന്നു. അന്നേരം അവന് ലില്ലിയെ വിളിച്ചു. അപ്പോൾ അവൾ സ്വിച്ച് ഓഫായി. അവൻ്റെ കൂട്ടുകാരൻ സാമിനെ വിളിച്ചപ്പോൾ അവനെ പ്രതികരിക്കുന്നുമില്ല. വേറൊരുത്തനുണ്ടായിരുന്നു. അവന് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവനും മിണ്ടുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ എല്ലാവരും കൈവിട്ടു. അപ്പോൾ അവന് മനസ്സിലായി പരുവക്കേടാ. മുട്ടു വന്നു തുടങ്ങി. അങ്ങനെ എഴുതിയേക്കുന്നത്. അവന് മുട്ടു വന്നു തുടങ്ങി. സ്തോത്രം. 2, അവന് മനസ്സിലായി ഞാൻ നശിക്കാൻ പോവുക. അങ്ങനെയല്ലേ എഴുതിയേക്കുന്നത്? ഞാൻ നശിച്ചു പോകുന്നൊരു പദമുണ്ടല്ലോ. കണ്ടോ സഹോദരി? ഉണ്ട്. ഞാൻ വായിച്ചപ്പോൾ ഉണ്ടായിരുന്നു. അതാ വിശപ്പ് കൊണ്ട് നശിച്ചു പോകും. ഞാൻ നശിച്ചു. 1, ഇവന് മനസ്സിലായി പരുവക്കേടാ, മുട്ടു വന്നു തുടങ്ങി. 2, ഞാൻ നശിക്കാൻ തുടങ്ങി. 3, അവന് മനസ്സിലായി ഞാൻ മഹാഭാവിയ. വിസ്തരിക്കുന്നില്ല. എല്ലാം നഷ്ടപ്പെട്ട് മുട്ടും വന്നു. ദേശത്തിലൊരു പൗരനെ ചെന്ന് ആശ്രയിച്ചു. പക്ഷേ നീ അവിടെ പോ, അവിടെ ഇരിക്കുക, ഇവിടോട്ടിരിക്കാൻ അവിടെ വന്നില്ല. അവിടെ പോ, അവിടെ ഇവന് മനസ്സിലായി പരുവക്കേടാന്ന് മനസ്സിലായി. മുട്ടു വന്നു തുടങ്ങി. നശിക്കാൻ പോവുകയെന്ന് മനസ്സിലായി. ദേശത്തിലൊരു പൗരനെ പോയി ആശ്രയിച്ചു. ഗുണമൊന്നും വന്നില്ല. ഒരു പൗരനെ ആശ്രയിച്ചാലും നിനക്ക് ഗുണം വരികയല്ല. ദേശത്ത് മിടുക്കന്മാരും രാജ്യങ്ങളിൽ ഒത്തിരി മിടുക്കന്മാരുണ്ട്. ഒരു മിടുക്കനും നിനക്ക് ഗുണം ചെയ്യത്തില്ല. ഇന്ന് രാത്രി നിനക്ക് ഗുണം ചെയ്യുവാൻ, നിന്നെ രക്ഷിക്കുവാൻ, നിന്നെ വിടിവിക്കുവാൻ കഴിവുള്ള ഒരുവനുണ്ട്. അത് മറ്റാരുമല്ല, നസറായനാകുന്ന യേശുക്രിസ്തു.